Yes, so hi, hello everyone, welcome back to Newtons. Okay, so ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെവൻത്ത് ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് എക്സാം ആണ്, നമുക്ക് 16th എക്സാം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ടിരുന്ന് പഠിക്കണം അല്ലേ. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലിലാണ് ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യും നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരുടെ അടുത്തും മെറ്റീരിയൽ വേണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ. ഓക്കെ, അത് കൂടാണ്ട് എഴുതാനുള്ള ബുക്കും ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും അടുത്ത് വെക്കുക. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും പീക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ റൈറ്റേഴ്സ് ആര്, ഏത് സ്റ്റോറിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു കഥ കിസ് വിധാ കി രചന ഹെ. സോ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാം. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങളുടെ എക്സാമിൽ വരുമ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലൈവില് കറക്റ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എന്താണ്, സെവൻത്തിന്റെ എക്സാം ആണ്, 16th ഹിന്ദിയാണ് എക്സാം. അപ്പൊ നമുക്കത് തകർത്ത് അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് 2 യൂണിറ്റ് ആണ് ഇത്തവണ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിക്കാം. 3ാമത്തെ യൂണിറ്റുമായിരിക്കും 4ാമത്തെ യൂണിറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് അവര് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. 3ാമത്തെ യൂണിറ്റിന്റെ പേരാണ് മുസ്കാൻ. എന്താണ് മുസ്കാൻ എന്ന് പറഞ്ഞാൽ? മുസ്കാൻ എന്ന് പറഞ്ഞാൽ സ്മൈൽ അല്ലെ, നല്ലൊരു പുഞ്ചിരി. ഓക്കെ, സോ ഇതിൽ നമ്മൾ പഠിച്ച 2 ചാപ്റ്റേഴ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ. സോ 1ാമത്തെ ചാപ്റ്റർ ആണ് ബാരിഷ് കെ ബാദ് അല്ലെ, മഴ കഴിഞ്ഞിട്ട് അല്ലെ. മഴ കഴിഞ്ഞിട്ട് 2 കുട്ടികൾ തമ്മിൽ കളിക്കുന്ന ഒരു സൂപ്പർ ആയിട്ട്, അവർ രണ്ടുപേരും ആ ചെളിയിലും അതുപോലെ തന്നെ മഴവെള്ളത്തിലും കളിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതിനകത്ത് അവർ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. സോ ബാരിഷ് കെ ബാദ് എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്ന ആളുടെ പേരാണ് കനക് ശശി. ഓക്കെ, സോ അതാ ഞാൻ പറഞ്ഞത്, എഴുതിയ ആളുടെ പേര് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, ബിക്കോസ് അതും ഒരു ചോദ്യമായിട്ട് നമുക്ക് ഉണ്ടാവും. ഓക്കെ, സോ ബാരിഷ് കെ ബാദ് അതൊരു കഹാനിയാണ്. ചോദിക്കാണ് ബാരിഷ് കെ ബാദ് കിസ് വിധാ കി രചന എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അതൊരു കഹാനിയാണ്, അതൊരു കഥയാണെന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ പറയാൻ പറ്റണം. ഇനി 2ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ബായ ഹമാരി ചിടിയ റാണി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ബായ ഹമാരി ചിടിയ റാണി അല്ലെ, ഒരു കിളീനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. ആ കിളി കൂടുണ്ടാക്കുന്നതും വെള്ളം എടുക്കാൻ പോകുന്നതും, തിന്നുക ചെറിയ ചെറിയ വൈക്കോൽ കഷ്ണങ്ങൾ കൊണ്ട് വീടുണ്ടാക്കുന്നതും, ചെറിയ ചെറിയ ധാന്യങ്ങൾ ശേഖരിച്ച് കഴിക്കുന്നതും, അതുപോലെ തന്നെ തനിക്ക് മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അത് പറന്നു പോകുന്നതും, അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു കവിതയാണത് മഹാദേവി വർമ്മയുടെ. ഓക്കെ, സോ ഇതാണ് നമുക്ക് യൂണിറ്റ് 3 പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്. അതിനകത്തും നമ്മൾ എടുത്തു പറയാനാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ബാരിഷ് കെ ബാദ്, ബിക്കോസ് അതിന് ഡയറി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം തിക്കായിച്ചാർ എന്താണ്, മേൽജോൽ. മേൽജോൽ എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ അല്ലെ, ഒത്തൊരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു മീനിങ് വരുന്ന ഒരു യൂണിറ്റ് ആണ് മേൽജോൽ. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. തും ജിയോ ഹസാരോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നമുക്കറിയാം നിമ്മി ഒരു അങ്കിള് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബർത്ത്ഡേ കാർഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കോട്ടിങ്ങിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് തന്റെ മുത്തച്ഛൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു തും ജിയോ ഹസാരോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന് പറയുന്ന സ്റ്റോറിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് എഴുതിയിരിക്കുന്നത് ഷീരാജ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ആണ്. ഇനി ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ജന്നത് കെ ബച്ചെ. ഈ 2 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതിൽ നമ്മൾ ബാരിഷ് കെ ബാദ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ ഈ യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ജന്നത് കെ ബച്ചെ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെ, ഒരു ഫിലിമിന്റെ സ്റ്റോറി ആരെഴുതിക്കണം, വിവേക് മെഹ്ത തന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫിലിമിലേക്കാണ് ശരിക്കും ഈ ജന്നത് കെ ബച്ചെ എന്ന് പറഞ്ഞാൽ. സോ വിവേക് മെഹ്ത തന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ എടുത്തു പറയുന്ന തന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട്, ഇതിൽ വിവേക് മെഹ്തയുടെ അല്ലെങ്കിൽ വിവേക് മെഹ്തയുടെ ഒരു കൂട്ടുകാരനെ പറ്റി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഫ്രണ്ടിന്റെ പേരൊന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ജന്നത് കെ ബച്ചയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അതിനകത്ത് നമുക്ക് നോട്ടീസ് അതുപോലെ തന്നെ കുറച്ച് അനൗൺസ്മെന്റ് അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി തും ജിയോ ഹസാരോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു ബർത്ത്ഡേ കാർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ
പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 4 ചാപ്റ്റേഴ്സ്. ഈ 4 ചാപ്റ്റേഴ്സിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ആദ്യം എപ്പോഴും നമ്മുടെ 7th ഹിന്ദി എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും അവർ പാരഗ്രാഫ്സിലൂടെ ആയിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് 3-4 വരി അവർ കൊടുക്കും. എന്നിട്ട് അതിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരാം. സോ ഈ 3-4 വരിയിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനും നോട്ടീസ് എഴുതാനും അനൗൺസ്മെന്റ് എഴുതാനും അതുപോലെ തന്നെ ഡയറി എഴുതാനൊക്കെ ഈ 3 ലൈനിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ എപ്പോഴും നിർബന്ധമില്ല അതിൽ നിന്ന് തന്നെ എല്ലാ ആൻസേഴ്സ് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാരഗ്രാഫ് ചോദിച്ച് നമ്മളോട് എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തുടക്കത്തിൽ തന്നെ ഗദ്യാൻഷ് 1, അതായത് കൊടുക്കുന്ന ആദ്യത്തെ പാരഗ്രാഫ് എപ്പോഴും ഒരു അൺസീൻ പാരഗ്രാഫ് ആയിരിക്കും. അൺസീൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ആ പാരഗ്രാഫ് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ തന്നെ ആൻസർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ അൺസീൻ പാരഗ്രാഫ് അല്ലെങ്കിൽ ഗദ്യാൻഷ് 1 എന്ന് പറഞ്ഞത്, അതായത് പാരഗ്രാഫ് 1. അപ്പൊ ഇവിടെ നമുക്കൊരു 3-4 വരിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു എന്തിനെങ്കിലും പറ്റി, ഇപ്പൊ ഇവിടെ നമ്മൾ താജ്മഹലിനെ പറ്റിയാണ് നോക്കുന്നത്. സോ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഒരു പാരഗ്രാഫ് ഉണ്ടാകും. ആ പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാക്കണം. പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്താണ്, ഈ സെയിം പാരഗ്രാഫിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാകും. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ് വായന. വായിക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹിന്ദി വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അതെല്ലാവരും പ്രോപ്പർ ആയിട്ട് തന്നെ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗദ്യാൻഷ് ഒന്ന് വായിച്ചാലോ? യെസ്. താജ്മഹൽ ഭാരത് കാ സബ്സെ ലോക്പ്രിയ ऐतिहासिक സ്മാരക് है. സ്മാരക് എന്ന് പറഞ്ഞ അതൊരു മോണ്യുമെന്റ് ആണെന്ന് പറയാണ്. ഉത്തർപ്രദേശ് കെ ആഗ്രാമേ സ്ഥിത് ഹെ. ഉത്തർപ്രദേശിലാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാണ്. इसके पीछे से यमुना नदी बहती है. यमुना നദിയാണ് ഇതിന്റെ പുറകെ കൂടി ഒഴുകുന്നത്. इसके निर्माण के लिए 22 साल लगे और 20,000 मजदूरों ने काम किया. 22 കൊല്ലം എടുത്തിട്ടാണ് ഈ ഒരു മോണ്യുമെന്റ്, താജ്മഹൽ എന്ന് പറയുന്ന ഈ ഒരു മോണ്യുമെന്റ് പണിത് തീർത്തത്. അതുപോലെ തന്നെ 20,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20,000 ആൾക്കാർ, 20,000 ലേബേഴ്സ് ആണ് ഇതിനു വേണ്ടി പണിയെടുത്ത. ആ 22 കൊല്ലം കൊണ്ട് തീർക്കാൻ വേണ്ടി 20,000 ആൾക്കാരാണ് ഇതിനു വേണ്ടി ശ്രമിച്ചത്. ഇനി നോക്കിയേ, യ ഇമാരത് മുഗൾ വാസ്തുകല കാ ഉത്കൃഷ്ട നമൂന ഹെ. ഓക്കെ, അപ്പൊ അതായത് മുഗൾ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണ്യുമെന്റ് ആണ്. ഇന്നത്തെ കാലത്തും എന്താണ്, അതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മോണ്യുമെന്റ് ആണ് അല്ലെ. സോ ഇങ്ങനത്തെ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ടാവും. അപ്പൊ നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവ് ചെയ്യാം. നോക്കിയേ, ഭാരത് കാ സബ്സെ ലോകപ്രിയ സ്മാരക് കോൺ സാ ഹെ. ആദ്യത്തെ ചോദ്യമാണത്. ഭാരതത്തിന്റെ സബ്സെ ഏറ്റവും കൂടുതൽ, ഓക്കെ, ലോകപ്രിയ സ്മാരക് കോൺ സാ ഹെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ആൻസർ ചെയ്യാം താജ്മഹൽ. ബിക്കോസ് നമ്മളിവിടെ കുത്തബ് മിനാറിനെ പറ്റി സംസാരിക്കുന്നില്ല, ലാൽ കിലയെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല, ആഗ്ര കിലയെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. നമുക്കറിയാം ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ, ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ആകെ സംസാരിക്കുന്നത് താജ്മഹലിനെ പറ്റിയാണ്, വേറെ ഒന്നിനെയും പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം വായിക്കുക. ഈ ക്വസ്റ്റ്യന്റെ സെയിം ഡയലോഗ് എന്തുണ്ടാകും, ഈ പാരഗ്രാഫിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, താജ്മഹൽ കെ പീछे से कौन सा നദി ബഹती है. നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഒരു നദീനെ പറ്റി പറഞ്ഞിരുന്നു. ഏതാണ് ആ നദി? യെസ്, ഗംഗയല്ല, നീലല്ല, യമുന, സിന്ധു. ഇതിലേതാണ്? യെസ്, യമുനയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ മനസ്സിരുത്തി ഈ ഒരു പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ പാരഗ്രാഫിലോട്ട് തിരിച്ചു പോകേണ്ട കാര്യമില്ല. ഇനി അതും നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, അയ്യോ ഇതിന്റെ ആൻസർ കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യന്റെ വാക്കുകൾ, ഇപ്പോൾ നദി, ഈ നദി ഇതിൽ തപ്പുക. അപ്പൊ നമുക്ക് നദി കിട്ടും. നദിയുടെ അടുത്ത് തന്നെ എന്തുണ്ട്, നദിയുടെ പേര് കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ വേണം നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. അയ്യോ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറെ നേരം അതിൽ സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് കുറെ നേരം എടുക്കരുത്, വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തയിലോട്ട് പോകാം. ബിക്കോസ് എപ്പോഴും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ
താജ്മഹൽ കഹാ സ്ഥിത് ഹെ? താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഈ സ്ഥിത് എന്നുള്ളൊരു വാക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. സ്ഥിത് എന്നുള്ളൊരു വാക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്ഥിത് എന്നുള്ളൊരു വാക്ക് നമുക്ക് കിട്ടി. നോക്കിയേ, ഉത്തർപ്രദേശ് കെ ആഗ്ര. നോക്കിയേ, അപ്പൊ എവിടെ കിട്ടി? നമുക്ക് ആഗ്ര എന്നും കിട്ടി, ഉത്തർപ്രദേശ് എന്നും കിട്ടി. അപ്പൊ നമുക്ക് ഇനി ആൻസേഴ്സ് നോക്കാം. നോക്കിയേ, ആഗ്ര ഉണ്ട്, കൊച്ചിൻ ഉണ്ട്, മുംബൈ ഉണ്ട്, ഡൽഹി ഉണ്ട്. അപ്പൊ നമുക്കറിയാം അടിയിലത്തെ മൂന്നെണ്ണത്തിലെല്ലാം ഏറ്റവും ആദ്യം കിടക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ. ഡൽഹി എന്നൊന്നും പറയരുത്. ആഗ്ര എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് എടുത്ത് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ആൻസർ എക്സാം പേപ്പറിലേക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ എഴുതാണ്ട് കറക്റ്റ് ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ചില കുട്ടികൾ എന്ത് ചെയ്യും, ഗ ഖ ഇട്ടിട്ട് വെറുതെ ഓപ്ഷൻസ് മാത്രം എഴുതി വെക്കും. അങ്ങനെ വേണ്ട. ഓപ്ഷൻസ് കറക്റ്റ് എന്താണോ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്നെടുത്ത് എഴുതി വെക്കുക. അത് വളരെ ഈസി ആയിരിക്കും. ടീച്ചേഴ്സിന് തന്നെ വളരെയധികം നല്ലതായിട്ട് തോന്നും, ആയിക്കോട്ടെ നല്ലോണം എക്സാം പേപ്പർ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻവിജിലേറ്റേഴ്സിൽ നമ്മുടെ എക്സാമിനേഴ്സിനെ നമ്മളൊന്ന് ഹാപ്പി ആക്കണ്ടേ? സോ അത്രയും അടിപൊളിയായിട്ട് വേണം നിങ്ങൾ എക്സാം ഷീറ്റിൽ ഈ ഒരു ആൻസേഴ്സ് പ്രസന്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. താജ്മഹൽ കെ നിർമ്മാൺ കെ ലിയെ കിത്തനെ സാൽ ലഗെ? നമുക്കറിയാം താജ്മഹൽ 1-2 കൊല്ലം വെച്ച് ഉണ്ടായി വന്നൊരു സംഭവമല്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു താജ്മഹൽ നമ്മൾക്ക് ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതെ 22 വർഷം എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ 22 സാൽ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അതായത് നിർമ്മാൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർമ്മാൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി എത്ര കൊല്ലം എടുത്തു എന്നാണ് ചോദ്യം. അപ്പൊ 22 സാൽ എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ ഉണ്ട്. അൺസീൻ പാരഗ്രാഫ് ആണ് നമുക്ക് തരണതെങ്കിൽ എല്ലാത്തിന്റെയും ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇതിൽ കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് വൺസ് വായിച്ചാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. താജ്മഹൽ ഭാരത് കാ സബ്സെ ലോക്പ്രിയ ഐതിഹാസിക് സ്മാരക്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ചോദ്യം ഇതാണ്, സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. കൊടുത്തിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കണം. ഈ 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുമ്പോൾ ഒരെണ്ണം നമുക്ക് ഇതാണല്ലോ കറക്റ്റ് എന്ന് നമുക്ക് തോന്നും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടിക്ക് ചെയ്തിട്ട് ആൻസർ ഇടേണ്ടത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. താജ്മഹൽ ഗ്രീക്ക് വാസ്തുകലാക്ക നമൂന ഹെ. തെറ്റാണ്, ഗ്രീക്ക് അല്ല. താജ്മഹൽ മുഗൾ വാസ്തുകലാക്ക നമൂന ഹെ. ഓഫ്കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മുഗൾ വാസ്തുകല. മുഗൾ വാസ്തുകല എന്ന് പറഞ്ഞാൽ മുഗൾ ആർക്കിടെക്ചറിന്റെ ഒരു പീസ് ഓഫ് വർക്ക് ആണെന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഗ്രീക്ക് അല്ല, കേരളീയ അല്ല, ബ്രിട്ടീഷ് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കറക്റ്റ് ആൻസർ എന്താണ്? മുഗൾ വാസ്തുകലാക്ക നമൂന ഹെ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കറക്റ്റ് 5-ൽ 5 വാങ്ങാനുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് വെറുതെ നമുക്കത് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ടൈം എടുക്കൽ മാത്രമല്ല, ചിലപ്പോൾ തെറ്റിയും പോകും. അപ്പോൾ കിട്ടുന്ന സമയം അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് വെറുതെ പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു മനസ്ഥിതിയിൽ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ തെറ്റിപ്പോകും. പക്ഷെ ചെയ്യുന്നത് അതിപ്പോ 5 മിനിറ്റ് എടുത്താലും 10 മിനിറ്റ് എടുത്താലും അത് എനിക്ക് 5 മാർക്ക് കിട്ടാനുള്ളതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്രയും പെർഫെക്ഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അൺസീൻ പാരഗ്രാഫ് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പാസേജ് എന്ന് ചോദ്യം ചോദിച്ചാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് പാരഗ്രാഫ് ഒരൊറ്റ പ്രാവശ്യം വായിക്കുക. ഒരൊറ്റ പ്രാവശ്യം വായിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ തുടങ്ങാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് പോകണം എവിടേക്ക്? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ എവിടെയാണ് അവിടെ ഉള്ളതെന്നൊന്ന് തപ്പിയാൽ മതി. അതിന് കുറെ സമയമൊന്നും വേണ്ട. മാക്സിമം പോയാൽ ഒരു 5 to 7 മിനിറ്റിനുള്ളിൽ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 5-ൽ 5 നിങ്ങൾ അതിൽ നേടിയെടുക്കുകയും ചെയ്യണം. അപ്പൊ ഇത് സെറ്റ് അല്ലേ? ഓക്കെ, അൺസീൻ പാരഗ്രാഫ് ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് നമ്മൾ ഇനി ചാപ്റ്റേഴ്സിലോട്ട് കടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കിയേ, ജന്നത്ത് കെ ബच्चे ഫിल्मी लेख का आशय पढ़कर नीचे दिए प्रश्नों के उत्तर लिखिए. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകും, ഇനി ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു കണ്ടന്റ് വായിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ തന്നെയാണ്.
നമുക്ക് 7th തരുന്ന മിക്ക ക്വസ്റ്റ്യൻസും ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് കണ്ടന്റ് ഉണ്ടാകും, അതിനെ ബേസ് ചെയ്ത് 3-4 ക്വസ്റ്റ്യൻസ് അല്ലെ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് കണ്ടന്റിലോട്ട് വരാം. मैं और समीर एक ही स्कूल में पढ़ा करते थे. अक्सर ऐसे होता था कि कक्षा में कभी किसी का पेन खराब हो जाता था तो कोई अपना पेन भूल आता था. ഇത് നമ്മുടെ ചാപ്റ്റർ ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന അബ്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പൊ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, സമീർ എന്നാണ് ആ കൂട്ടുകാരന്റെ പേര് അല്ലെ, വിവേക് മെഹ്തയുടെ കൂട്ടുകാരന്റെ പേര് എല്ലാവരോടും കമന്റ് ഇടാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് സമീർ മെഹ്ത എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കാം. मैं और समीर एक ही स्कूल में पढ़ा करते थे എന്ന് പറഞ്ഞാൽ ഞാനും സമീറും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അക്സർ യൂഷ്വലി എന്താണ് ഒരു കാര്യം സംഭവിക്കാറുണ്ട്, എന്താണ് കക്ഷാമേ ക്ലാസ്സിൽ എന്താണ് കബി കിസിക ചിലപ്പോ ആരുടെങ്കിലും ഒക്കെ എന്താണ് പെൻ ഖരാബ് ഹോ ജാതാ താ, പേന ഖരാബ് എന്ന് പറഞ്ഞാൽ ചീത്തയായി പോയിരുന്നു. ഓക്കെ, തോ കോയി അപ്നാ പെൻ ഭൂലാത്തത് ചിലപ്പോഴൊക്കെ എന്താണ് ആൾക്കുട്ടികള് തന്റെ പേന കൊണ്ടുവരാൻ മറന്നു പോവാറുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. हमेशा लेखक ओके के कक्षा के छात्र क्या भूला होता था. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ റൈറ്ററിന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്താണ് ഏറ്റവും കൂടുതൽ മറന്നു വെച്ചുകൊണ്ടിരുന്നത്, തന്റെ വീട്ടിൽ മറന്നു വെച്ച് വന്നുകൊണ്ടിരുന്നത്? വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പുസ്തകമാണോ ആൻസർ, ടിഫിൻ ആണോ ആൻസർ, പെന്നാണോ ആൻസർ, പെൻസിലാണോ ആൻസർ? നമുക്ക് എല്ലാവർക്കും അറിയാം പേനയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പേനയാണ് എന്ത് ചെയ്യുന്നത്, സമീറും നമ്മുടെ റൈറ്ററും കൂടി ഷെയർ ചെയ്യുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ സെയിം കണ്ടന്റ് തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ മാറി. നോക്കിയേ, ലേഖക് और സമീർ के बीच का वार्तालाप लिखे. രണ്ടുപേരും അടുത്തടുത്തിരിക്കുകയാണ്, പക്ഷെ ഈ പേന ഷെയർ ചെയ്യണേലും അവനോട് പറയണമല്ലോ, എടാ എന്റെ പേന ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി, ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് പറയണമല്ലോ. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലേഖക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേക് മെഹ്ത, സമീർ എന്ന് പറഞ്ഞാൽ വിവേക് മെഹ്തയുടെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ തന്നെ ബീച്ച് കേവ അവർ തമ്മിലുള്ള ഒരു വാർത്താലാപം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ ഇവിടെ പ്രോപ്പർ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് കോൺവെർസേഷനിലോട്ട് പോവാം. ഫസ്റ്റത്തെ ചോദ്യം നോക്കിയേ, ലേഖക് പറയാണ് സമീർ സുനോ. ഓക്കെ, വിവേക് മെഹ്ത പറയണ്ട സമീർ ഒന്ന് കേട്ടെ അല്ലേ, നമുക്ക് ടീച്ചർ ഉള്ള സമയത്ത് ഉറക്കെ അലറി വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വളരെ പതുക്കെ അവൻ പറയാണ് സമീർ സുനോ, എടാ സമീർ ഒന്ന് കേട്ടെ എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പൊ സമീർ പറയാണ് ഹാ ബോലു, ആ പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ സമീർ തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ ലേഖക് പറയാണ് പെൻ ഭൂലായ, ഞാൻ വീട്ടിൽ എന്റെ പേന മറന്നു വെച്ചിട്ടാണ് വന്നത്, എന്റെ കയ്യിൽ പേനയില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ വിവേക് മെഹ്ത പറയാണ്. അപ്പൊ നോക്കി സമീർ പറയണ മേരെ പാസ് പേന, നീ പേടിക്കണ്ട എന്റെ അടുത്ത് പേനയുണ്ട്, നീ പേടിക്കണ്ട എന്റെ അടുത്ത് പേനയുണ്ടെന്ന് പറയാണ്. അപ്പോ ലേഖക് പറയാണ് തോ, അപ്പൊ ലേഖകർ അതിനിപ്പോ എന്താണ്, എന്റെ അടുത്ത് പേന ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പേന ഉണ്ടാവുന്നില്ലല്ലോ, സോ വാട്ട് ക്യാൻ വി ഡു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ലേഖക് ചോദിക്കുകയാണ്. അപ്പൊ സമീർ പറയാണ് ഹം മിൽ ബാട്ട്കർ ലിഖേങ്കി, നീ പേടിക്കണ്ട നമുക്ക് ഷെയർ ചെയ്തിട്ട് എഴുതാം എന്ന് പറയണം. മിൽ ബാട്ട്കർ എന്ന് പറഞ്ഞാൽ വിൽ ഷെയർ ദ പെൻ, അതായത് ഞാനൊരു ലൈൻ എഴുതുന്നു, പിന്നെ ആ ലൈൻ നീ എഴുതുന്നു, പിന്നെ നീ എനിക്ക് തിരിച്ചെഴുതുന്നു, അപ്പൊ ഞാൻ അടുത്ത ലൈൻ എഴുതുന്നു, അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറയാണ്. ഹം മിൽ ബാട്ട്കർ ലിഖേങ്കി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഷെയർ ചെയ്തിട്ട് എഴുതാമെന്ന് പറയാണ്. അപ്പൊ ലേഖക് പറയാണ് ടീച്ചർ ദേഖിയെ തോ, ഇനി അഥവാ ടീച്ചർ കണ്ട പ്രശ്നമാവില്ലേ? ഇല്ലേ, ടീച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡിക്റ്റേഷൻ എടുക്കുന്ന സമയത്ത് വലിയ വടിയായിട്ട് അവിടെ നടക്കും എന്നുള്ള കാര്യം നമ്മൾ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ പറയാണ് ടീച്ചർ കണ്ട പ്രശ്നമാവില്ലേ, ടീച്ചർ ദേഖിയെ തോ, ടീച്ചർ കണ്ടാൽ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പൊ സമീർ പറയാണ് നഹി പെഹലി ലൈൻ തും ലിഖോ, പേടിക്കൊന്നും വേണ്ട ടീച്ചർ കാണില്ല, ആദ്യത്തെ ലൈൻ എന്തായാലും നീ എഴുതിക്കോ എന്ന് പറഞ്ഞ് പേന എന്ത് ചെയ്യാണ് ലേഖക്കിന് കൊടുക്കുകയാണ്. അപ്പൊ ലേഖക് പറയണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഫിർ, അപ്പോ സമീർ പറയാണ് ദൂസരി ലൈൻ മേ ലിഖൂംഗി, അപ്പോൾ അടുത്ത ലൈൻ നീ എഴുതിയ ഒരു ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ എന്ത് ചെയ്യാം, അടുത്ത ലൈൻ ഞാൻ എഴുതിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ ലേഖക് പറയാണ് അച്ഛാ അത്രേ ഉള്ളൂ. ലേഖക് പറയണം എന്നാ ശരി ഡൺ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ അവര് പറഞ്ഞ ആ കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. ഇതെന്തായാലും ഒന്ന് നോക്കി വെക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സമീറും ലേഖക്കും തമ്മിൽ പേന ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ചെറിയ സംസാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ, ഇത് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ. നമുക്ക് നോക്കാം. ഹമാരി സ്കൂൾ മേ, ഞങ്ങളുടെ സ്കൂളിൽ എന്താണ് ഹിന്ദി ക്ലബ് കെ നേതൃത്വമേ, ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ എന്താണ് ജന്നത്ത് കെ ബച്ചെ നാമക് ഇറാനി ഫിലിം കാ പ്രദർശൻ ഹോനെ വാലാ ഹെ.
ജന്നത് കെ ബച്ചെ എന്ന് പറയുന്ന ഒരു ഇറാനി ഫിലിമിന്റെ പ്രദർശൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു കാഴ്ച, അല്ലെങ്കിൽ അതിങ്ങനെ അവർ പ്രദർശിപ്പിക്കാൻ പോവാണ് ആ സിനിമ. ഓക്കെ, ഇസ്കി സൂചന ദേത്തി ഹുവേ പോസ്റ്റർ തയ്യാറാക്കരുത്, അതായത് ഈ ഒരു പ്രദർശിപ്പിക്കാൻ പോലെ ഒരു സിനിമ അവര്, സോ അതിന്റെ ഒരു സൂചന അല്ല അതിന്റെ ഒരു നോട്ടീസ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. സോ അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയാണ്. അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു 2-3 ലൈൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. 3-4 ലൈൻ നമുക്ക് കണ്ടന്റിനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബോക്സ് ആണ്. നോട്ടീസ് എഴുതുമ്പോൾ നമുക്ക് വെറുതെ അങ്ങനെ എഴുതി പോകാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു പ്രോപ്പർ ബോക്സ് വേണം അതിന്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് ഇവിടെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് നോക്കി ഇറാനി ഫിലിം കാ പ്രദർശൻ, അതാണ് നമ്മൾ ടൈറ്റിൽ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. നോക്കിയേ, ഇറാനി ഫിലിം പ്രദർശൻ. ഓക്കെ, ഇറാനി ഫിലിം പ്രദർശൻ എന്ന് പറഞ്ഞാൽ ഇറാനി, അതായത് ഇറാനിയൻ ഭാഷയിലുള്ള ഒരു സിനിമയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പ്രദർശിപ്പിക്കാൻ പോണേ എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ സിനിമയുടെ പേര് കറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, വെറുതെ ഇറാനി സിനിമ കാണാനുണ്ട് കേട്ടോ, എല്ലാവരും പറഞ്ഞോട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ നമ്മൾ എന്തിനത് പ്രോപ്പർ ആയിട്ട് പറയണം, ദേ ഇന്ന സംഭവമാണ് കാണിക്കാൻ പോകുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം. അപ്പൊ നോക്കിയേ, ജന്നത് കെ ബച്ചെ, കറക്റ്റ് ആയിട്ട് പേര് എഴുതുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് താരിഖ്, ഡേറ്റ് വേണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നോക്കും. ഡേറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കോളൂ, അത് കഴിഞ്ഞിട്ട് അവസാനം ഏത് ദിവസമാണ് നടക്കണേന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. സോംവാർ എന്ന് ഇപ്പൊ ഡയറിയിലായാലും ഞാൻ സോംവാർ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവും, ബിക്കോസ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ രവിവാർ ഉണ്ട്, പക്ഷെ രവിവാർ സൺഡേ ആണ്. സൺഡേ എന്തായാലും സ്കൂളുകളിൽ പ്രോഗ്രാം ഉണ്ടാവില്ലല്ലോ. സോ ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റിയ ഒരു ദിവസം, ഹിന്ദിയിൽ എഴുതാൻ പറ്റിയ ഒരു ദിവസമാണ് സോംവാർ. അതാണ് ഇപ്പൊ എല്ലാത്തിലും എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ. അത് വേറൊന്നിനും വേണ്ടിയല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പെല്ലിംഗ് തെറ്റാണ്ട് എഴുതാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ സമയ് 10 മണിക്കാണ് നമുക്ക് സമയം, സുബേ 10 ബജെ, രാവിലെ 10 മണിക്കാണ് ഇതിന്റെ സമയം വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, സ്ഥാൻ എന്താണ്, സ്ഥാൻ ഈ UP സ്കൂൾ കൊല്ലം. ഓക്കെ, കൊല്ലത്ത് ഒരു സ്കൂളിലാണ് നടക്കുന്നത്. അത് എവിടെയാണെന്നും കൊടുക്കണം. സ്കൂൾ സഭാഗൃഹ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് പറയുക. ഏറ്റവും അവസാനം എന്ത് ചെയ്യണം, സബ്കാ സ്വാഗത്, എല്ലാരെയും നമ്മൾ ക്ഷണിക്കണം. അല്ലാണ്ട് വെറുതെ നമ്മൾ ഒരു നോട്ടീസ് എഴുതി വെച്ചിട്ടാ ശരി എന്നാ ഓക്കെ ബൈ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഒരാൾ പോലും കാണാൻ വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും വരണം കേട്ടോ, എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കണം. ബിക്കോസ് ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ അത് ഓക്കെ അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് താരിഖ് എന്ന് പറഞ്ഞ ഡേറ്റ്, സമയ് എന്ന് പറഞ്ഞ ടൈം, സ്ഥാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്, വെൽക്കമിങ് സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞ എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമുക്ക് നോട്ടീസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞു ഈ ഒരു 4 കാര്യം എഴുതിയാൽ കിട്ടും നമുക്ക് 2 മാർക്ക്. ഓക്കെ, ബാക്കി ബോക്സ് വരയ്ക്കുന്ന ഇതിനെ കൂടെ കൂട്ടി ഒരു 2 കൂടെ മാർക്ക് കൂട്ടിയാൽ നമുക്ക് 4 മാർക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ഈ സ്ഥാൻ എഴുതുമ്പോൾ സ്കൂളിന്റെ പേര് എഴുതുക. പക്ഷെ സ്കൂളിൽ പല സ്ഥലങ്ങളുണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, CC റൂം ഉണ്ട്, വേറെ റിസോഴ്സ് റൂം ഉണ്ട്. അപ്പൊ എവിടെയാണ് നമ്മൾ എടുത്ത് പറയണമല്ലോ. സോ അതിനാണ് നമ്മളിവിടെ സ്കൂൾ സഭാഗ്രഹ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. സെയിം ചോദ്യത്തിന് അതൊരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫിലിം പ്രദർശൻ കെ ലിയെ ഉദ്ഘോഷണ എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ്. ഇപ്പോൾ ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്ത് നടക്കാറുണ്ട്, സിനിമ ഉണ്ട് കേട്ടോ, സോ ഈ ദിവസമാണ്, ഈ ഡേറ്റിലാണ്, ഈ ടൈമിലാണ്, സോ എല്ലാവരും വന്ന് സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കും. ഓക്കെ, സോ അതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടത്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ബോക്സ് വരയ്ക്കണം. ബോക്സിൽ നമ്മൾ കുറച്ച് കണ്ടന്റ് നമുക്ക് എഴുതാനുണ്ട്. ഓക്കെ, നോക്കിക്കേ, രവിവാർ. ഓക്കെ, രവിവാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. 12 ജൂലൈ 2023. ഓക്കെ, പക്ഷെ ഇത് കഴിഞ്ഞിട്ട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഇത് എഴുതാൻ പറയണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെയും കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണത്. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം തന്നെ ഇപ്പുറത്തും വരണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ച കാര്യം തന്നെ ഇപ്പുറത്ത് വരണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്തയിലോട്ട് പോവാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇത് വേറെ കണ്ടന്റ് ആണ്, ഇതിനകത്ത് ദിവസം വേറെയാണ്, സ്കൂള്, ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. രവിവാർ സൺഡേ. ഓക്കെ,
12th July 2023 डेट കൊടുത്തിട്ടുണ്ട് स्कूल सभागृह पर कक्षा 5 और 6 के बच्चों को एक फिल्म का प्रदर्शन करवाना है. ഓക്കെ, പറയുന്ന കാര്യം ഇതാണ്. കർണേ വാല എന്ന് പറഞ്ഞാൽ ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, ഒരു സിനിമ കാണിച്ചു കൊടുക്കുകയാണല്ലോ. എന്താണ് ആ സിനിമ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സഭി ഛാത്രോക്കോ, എല്ലാ റൈറ്റേഴ്സിനും എന്ത് ചെയ്യാണ്, ആമന്ത്രിത് കിയാ ജാതാ ഹൈ. എല്ലാ റൈറ്റേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും, ഛാത്രോക്കോ എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അവരെ പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ വെൽക്കം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിൽ പഠിച്ച അതേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. അല്ലാണ്ട് വേറെ എക്സ്ട്രാ പഠിക്കാനൊന്നും പോകണ്ട. സെയിം കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പാരഗ്രാഫ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പൊ നോക്കി, ഇതിൽ ഈ ഒരു കണ്ടന്റ് മാത്രമേ വേറെ ആയിട്ട് വരുന്നുള്ളൂ. നോക്കി, സഭി ഛാത്രോക്കോ, എല്ലാ കുട്ടികളെയും, ഛാത്രോക്കോ എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം, ആമന്ത്രിത് കിയാ ജാതാ ഹൈ. എല്ലാ കുട്ടികളെയും നമ്മൾ ക്ഷണിക്കുകയാണെന്നാണ് പറയുന്നത്. കൃപയ സമയപ്പറായ, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടൈമിന് വരിക. മസാലൂട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ എന്റർടൈൻ ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയാക്കി ആ സിനിമയെ കണ്ട് നല്ല സൂപ്പർ ആക്കി വെക്കുക എന്നുള്ള രീതിയിലാണ് അവസാനം പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എഴുതിയാൽ മാത്രമേ അതൊരു അനൗൺസ്മെന്റ് ആകുള്ളൂ. നമ്മൾ കഴിഞ്ഞതിൽ എഴുതിയത് എന്താണ്, അത് അനൗൺസ്മെന്റ് അല്ല. ഇവിടെ നമ്മൾ എഴുതിയത് നോട്ടീസ് ആണ്. ആൾക്കാർ അത് കണ്ട് വായിച്ചിട്ട് വേണം വരാൻ വേണ്ടി. പക്ഷെ ഇപ്പുറത്ത് നോക്കിയാൽ ഇപ്പുറത്തെ അനൗൺസ്മെന്റ് ആണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്, സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് വരും. നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു അനൗൺസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കുക. 2 ക്വസ്റ്റ്യൻസും ഈക്വലി ഇമ്പോർട്ടന്റ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. രണ്ടിനും കണ്ടന്റ് സെയിം ആണ്. ഒരെണ്ണം നമ്മൾ ബോക്സ് വരച്ച് പല ലൈനിൽ എഴുതണം. ഇതൊരു ബോക്സ് വരച്ച് എല്ലാവരും ഒരൊറ്റ പാരഗ്രാഫിൽ എഴുതി വെച്ചാൽ മതി. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും വൈകാണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. അതാണ് ബാരിഷ് കെ ബാദ്. ഓക്കെ, ബാരിഷ് കെ ബാദ്. ഇനി നിങ്ങൾ അടുത്ത കമന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാരിഷ് കെ ബാദിൽ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ പേരൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ബാരിഷ് കെ ബാദ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ കുട്ടികൾ എന്നാലും ഇത് എങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതല്ലേ. ബിക്കോസ് കുട്ടികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കുന്നു, അതിനകത്ത് കുറെ സാധനങ്ങൾ വെക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ അതിന് ഒഴുക്കി വിടുന്നു, ഒഴുക്കുന്ന ആ ബോട്ട് തലകുത്തി മറിയുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയതാണ്. അപ്പൊ നോക്കിക്കേ, ബാരിഷ് കെ ബാദ് കഹാനിക്ക് മുഖ്യ പാത്ര കോൺ ഹെ, അതായത് ആരൊക്കെയാണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നാണ് ചോദ്യം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. എന്താണ് ഗുഡ്ഡു ഓർ ഗുഡ്ലി? 2 ക്യാരക്ടേഴ്സിന്റെ പേരാണ്. ഗുഡ്ഡു എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ക്യാരക്ടറും ഗുഡ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ ക്യാരക്ടറുമാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാം. ബിക്കോസ് ഈ 2 പേരുടെ പേര് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. വീണ്ടും എന്ത് ചെയ്യാണ്, ഗദ്യാൻശ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. വീണ്ടും ഗദ്യാൻശ് പോലത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അടിയിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഗുഡ്ഡുവിന്റെ ഡയറിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. इसी भागम दौड़ में गुड्डू फिसला और जाकर कीचड़ में धम से गिर गया. अब कीचड़ में सरोवर गुड्डू भी हंस रहा था और गुटली भी. ചോദ്യം ഇതാണ്, കീച്ചഡ് മേ സരാബോർ ഗുഡ്ഡു ने क्या किया? കീച്ചഡ് മേ സരാബോർ എന്ന് പറഞ്ഞാൽ കീച്ചഡ്, അതായത് ചെളിയിൽ ആകെ മുങ്ങി കുളിച്ച ഗുഡ്ഡുവിന്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുഡ്ഡു കരഞ്ഞോ? ഗുഡ്ഡു കരഞ്ഞില്ല അല്ലെ. ഗുഡ്ഡു അലറി വിളിച്ചോ? അലറി വിളിച്ചില്ല. നാണിച്ചോ? അതും ഇല്ല. ഗുഡ്ഡു ആകെ ചെയ്ത എന്താണ്, ഗുഡ്ഡു ചിരിച്ചു അല്ലെ. തന്റെ കൂട്ടുകാരുടെ കൂടെ കളിച്ചപ്പോ ഗുഡ്ഡു ചിരിക്കുകയാണ് ചെയ്തത്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ മെയിൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഗുഡ്ഡുവിന്റെ ഡയറി ഒന്ന് എഴുതാം. അപ്പൊ ഗുഡ്ഡുവിന്റെ ഡയറി എഴുതുമ്പോൾ നമുക്ക് അവിടെ ഗുഡ്ലിയുടെ ഡയറി വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ ഡേറ്റ് കൊടുക്കണം, ഡേ കൊടുക്കണം. ഇത് രണ്ടും ആദ്യം തന്നെ എഴുതുക. നമുക്ക് 1 മാർക്ക് കണ്ണും പൂട്ടി ടീച്ചേഴ്സ് തരും. വെറുതെ സമയം കളയരുത്. 1 മാർക്കോ അല്ലെങ്കിൽ 1/2 മാർക്കോ കറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് ഈ 2 കാര്യങ്ങളിൽ തന്നെ നമുക്ക് അത് കിട്ടും. ഇനി നമുക്ക് കണ്ടന്റിലോട്ട് പോവാം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് നോക്കാം. ആജ് ഏക് ബാരിഷ് കാ ദിൻ താ. ഇന്ന് മഴയുടെ ഒരു ദിവസമായിരുന്നു എന്ന് പറയാണ്. मैं और गुटलिയും मिलकर बारिश के पानी में भीगा. ഞാനും ഗുഡ്ലിയും ബാരിഷിന്റെ പാനി, അതായത് മഴ വെള്ളത്തിൽ ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞു എന്ന് പറയാണ്. ഗുഡ്ലിനെ പത്തേ കെ നാവ് തേരാനെ കി കോശിഷ് കി. ഗുഡ്ലി നമ്മുടെ കൂട്ടുകാരി എന്ത് ചെയ്തു, ഒരു ബോട്ട്, ഇല വെച്ചുണ്ടാക്കിയ ഒരു ബോട്ട് ഒഴുക്കി വിടാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഇനി ഒരു ബോട്ടിൽ എന്തിനൊക്കെയാണ് വെച്ചത് നമുക്ക് നോക്കാം. ഹംനെ एक चीटा, एक लाल काला कीड़ा, एक केचवा और एक छोटा मेंढक को नाव में बिठा दिया. ഞങ്ങൾ ഈ 4 ആൾക്കാർ എന്തൊക്കെയാണ്, ചീട്ട ഉറുമ്പിനെ
ലാൽ കാല കീട, റെഡും ബ്ലാക്കും കളറുള്ള ഒരു കീടത്തിന്. അതുപോലെ തന്നെ ലേഡി ബേർഡ് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ അടുത്ത എന്താണ്? കേച്ചുവ എന്ന് പറഞ്ഞ ഒരു ഏർത്ത് വേമിനെ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഒരു ചെറിയ ഫ്രോഗിനെ നമ്മൾ എന്ത് ചെയ്തു? ആ സാധനത്തില് ആ ഒരു ബോട്ടിലോട്ട് വെച്ചു കൊടുത്തു എന്ന് പറയാണ്. നാവ്, എന്നിട്ട് നോക്കിയേ, ഗുട്ട്ലീനെ നാവ് ചോടുതി. അപ്പൊ ഇതെല്ലാരും വെച്ച് കഴിഞ്ഞപ്പോ ഗുട്ട്ലി എന്ത് ചെയ്തു? ആ നാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബോട്ടിനെ വിട്ടു എന്ന് പറയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നോക്കിയേ, നാവ് തേജ് ചൽ രഹാ താ, നാവ് വളരെയധികം ഫാസ്റ്റിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയാണ്. സഭി സവാരിയ, എല്ലാ റൈഡേഴ്സും അല്ലെങ്കിൽ എല്ലാ പാസഞ്ചേഴ്സും എന്ത് ചെയ്യാണ്? വെള്ളത്തിലോട്ട് വീണു. പാനി മേ ഗിർ ഗയ എന്ന് പറയാണ്. ഹം ഉനെ ബച്ചാനെ കി കോശിഷ് കി, ഞങ്ങൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി എന്ന് പറയാണ്. ഇസി ബീച്ച് മേ കീച്ചട് മേ ഗിർ ഗയ, അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കീച്ചട്, അതായത് ചെളിയിൽ ഞാൻ വീണു എന്ന് പറയാണ്. ഹമേ ബഹുത് മസായ, ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് പറയാണ്. ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് ഗുഡ്ഡു തന്റെ ഡയറി അവസാനിപ്പിക്കുകയാണ്. ഈ സെയിം കണ്ടന്റ് തന്നെ നമുക്ക് ഗുഡ്ലിയുടെ ഡയറിക്ക് എഴുതാം. അപ്പൊ ഒരൊറ്റ ഡയറി പഠിച്ചാൽ എന്താണ്? നമുക്ക് 2 പേര് ഡയറി പഠിച്ചാൽ അത് തുല്യമാണ്. 2-3 വാക്കുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി. ഇതിപ്പോ നമ്മൾ നോക്കിയത് ആരുടെ ഡയറിയാണ്? ഗുഡ്ഡുവിന്റെ ഡയറിയാണ് നോക്കിയത്. അപ്പൊ ഗുഡ്ഡു എഴുതുമ്പോൾ എന്താണ്? ഞാനും ഗുഡ്ലിയും ഞാനും എന്ന് എഴുതുള്ളൂ. അപ്പൊ ആദ്യത്തെ സെൻസ് നോക്കി, മേ ഓർ ഗുഡ്ലി, ഇത് മാറ്റണം. എന്നിട്ട് എന്താ എഴുതണം? മേ ഓർ ഗുഡ്ഡു എന്ന് എഴുതണം. മേ ഓർ ഗുഡ്ഡു എന്ന് എഴുതിയാൽ ആദ്യത്തെ ലൈൻ ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയാൽ ഹം ദോനോനെ ബർസ, ഇത് രണ്ടുപേരുടെയും സെയിം തന്നെയാണ്. ഗുഡ്ഡുനെ ഗുഡ്ലീനെ, അപ്പൊ ഗുഡ്ലി പറയോ? ഗുഡ്ലി എഴുതുകയാണ് ഡയറി എഴുതുമ്പോ ഗുഡ്ലി എഴുതാണ്ട. ഗുഡ്ലി ഒരു ലീഫിന്റെ ബോട്ട് അങ്ങനെ എഴുതില്ലേ ഗുഡ്ലി അല്ലേ? അപ്പൊ ഗുഡ്ലി എന്ത് എഴുതും? മേനെ എന്ന് പറഞ്ഞെഴുതും. മേനെ എന്നെഴുതും. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത നോക്കിക്കേ, ലാൽ കാലാക്കിയുടെ അത് കറക്റ്റായിട്ട് കഴിഞ്ഞു. ഗുഡ്ലീനെ വീണ്ടും നമുക്ക് എന്ത് എഴുതാം? ഗുഡ്ലിയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതണം? മേനെ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഇനി അത് കഴിഞ്ഞ് വരുമ്പോ നോക്കി, സബി സവാരിയ പാനി മേ ഗിർ ഗയ, ഹം ഉന്നെ ബച്ചാനെ കി കോശിഷ് കി, ഇസി ബീച്ച് മേ. ഗുഡ്ഡു ആണോ ഗുഡ്ലി ആണോ? എന്തൊന്ന് കമന്റ് ചെയ്തേ. ഗുഡ്ഡു ആണോ ഗുഡ്ലി ആണോ? ശരിക്കും ഈ ചെളിയിൽ വീണ ആള് ഗുഡ്ഡു ആണെങ്കിൽ ഗുഡ്ഡു എന്ന് കമന്റ് ചെയ്യുക, ഗുഡ്ലി ആണെങ്കിൽ ഗുഡ്ലി എന്ന് കമന്റ് ചെയ്യുക. യെസ്, ഗുഡ്ഡു ആണ് ചെളിയിൽ വീണത്, അല്ലാണ്ട് ഗുഡ്ലി അല്ല ചെളിയിൽ വീണത് അല്ലേ? അപ്പൊ ഗുഡ്ലി എന്ത് പറയണം? ഗുഡ്ഡു ചെളിയിൽ വീണു എന്ന് പറയണം. അപ്പൊ ഇസി ബീച്ച് മേ ഗുഡ്ഡു. ഓക്കെ, ഗുഡ്ഡു. ഓക്കെ, ഇസി ബീച്ച് ഗുഡ്ഡു ആണ് എന്ത് ചെയ്തത്? ചെളിയിൽ വീണത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം കേട്ടാ, ഗുഡ്ഡു. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഹമേ ബഹുത് മസായ, സെയിം തന്നെയാണ്. ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലൂങ്കി. ഇത്രയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ കണ്ടന്റും സെയിം ആണ്. നോക്കി, 1, 2, 3 ഒരു 5 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ഒറ്റ ഡയറി പഠിച്ചാൽ എന്താണ്? നമ്മൾ 2 പേര് ഡയറി പഠിക്കണേന് അത് ഈക്വലന്റ് ആണ്. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റിലോട്ട് വരാം. പത്തേ കി നാവ് കി സവാരിയാ കോൻ കോൻ ഹെ. പത്തേക്ക് നാവ്, നമ്മുടെ ഗുഡ്ലി ഉണ്ടാക്കിയ ലീഫിന്റെ ബോട്ടിലെ ട്രാവലേഴ്സ് ആരൊക്കെയായിരുന്നു? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. എല്ലാവരും കമന്റ് ബോക്സിൽ 4 പേരുടെയും പേര് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇത് പഠിച്ച് നമ്മൾ ഫ്രം ദ ബിഗിനിങ് തുടങ്ങി നമ്മൾ ഇത് നോക്കി അനലൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഏറ്റവും ആദ്യം എന്താണ്? ഒരു ഉറുമ്പ്, ചീണ്ട. രണ്ടാമത്തെ നോക്കിക്കേ, ലാൽ കാല കീട, റെഡും ബ്ലാക്ക് കളറിലുള്ള ഒരു കീടം. ഇനി അടുത്ത് നോക്കിക്കേ, കേഞ്ചുവ, എർത്തവമാണ്. ഇനി അടുത്ത് നോക്കിക്കേ, മെണ്ടക്, ഒരു തവള. സോ ഈ 4 പേരാണ് എന്ത് ചെയ്യുന്നത്? ആ ബോട്ടിൽ എഴുതിയിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡയറി. ഓക്കെ, ഡയറിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലാണ്ട് വെറുതെ നമ്മൾ ഇവരുടെ പേര് പഠിക്കുന്നില്ല. ഡയറി എഴുതുമ്പോഴും ഇവരുടെ പേര് എന്താണ്? വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് വളരെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാരിഷ് കെ മൗസം മേ ദിഖ്തി സുന്ദർ മഖമലി ലാൽ രംഗ് കി കീട ക്യാ ഹൈ? അവര് പറയുന്നുണ്ട് 4 പേര് ശരിയാക്കി കഴിഞ്ഞിട്ട് അവർ ഏതോ ഒരു മരത്തിന്റെ, ചാന്ദിനി ഒരു മരത്തിന്റെ അവിടെ പോകുമ്പോൾ അവര് പ്രതീക്ഷിച്ച ആ ഒരു സാധനം അവർക്ക് കിട്ടുന്നുണ്ട്. അതെന്താണോ എല്ലാവരും കമന്റ് ബോക്സിലിട്ട്. നമ്മൾ അതിന്റെ ഫോട്ടോ കണ്ടപ്പോൾ നമ്മൾ എന്ത് സാധനമാണത്? ഇല്ല, ഒരു സ്പൈഡർ പോലെ ഇരിക്കുന്ന ഒരു മൃഗമല്ല, ഒരു ചെറിയൊരു ഇൻസെക്ട് ആയിരുന്നു അല്ലേ അത്. അപ്പൊ നമ്മൾ വിചാരിച്ച് കുട്ടികൾ ഇത് എങ്ങനെ എടുത്ത് അത് മാച്ച് ബോക്സിൽ ഇട്ടാണ് അവരത് സൂക്ഷിച്ച് വെക്കുന്നത് അല്ലെ? മാച്ച് ബോക്സിൽ ഇട്ട് അടച്ച് അത് സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരെ കാണിക്കുന്നത്, ഏടാ എനിക്കിത് കിട്ടി അല്ലെ? നമ്മൾ എങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യോ? നമ്മൾ വണ്ടിനൊക്കെ മാച്ച് ബോക്സിൽ ഇട്ട് വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കും. അതൊക്കെ വളരെ കുറവാണല്ലേ? പക്ഷെ ഈ കുട്ടികൾ അങ്ങനെ ചെയ്തു. അതാണ്.
അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു കുട്ടികൾ തവളനെ എങ്ങനെ കൈവച്ച് പിടിച്ചിട്ടുണ്ടാകും അല്ലെ, തവളനെ എങ്ങനെ കൈവച്ച് പിടിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു മണ്ണിനെ എങ്ങനെ കൈവച്ചിട്ട് ഇവർ ഈ ബോട്ടിലോട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ പല കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ. സോ അതുപോലെ തന്നെ വേറൊരു ചിന്ത വന്ന ഒരു കാര്യമാണ് ഈ ഒരു ചെറിയ ഇൻസെക്ട്. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. അതിന്റെ പേര് ഭയങ്കര രസമാണ്, അതിന്റെ പേര് കേൾക്കാൻ, അതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ എനിക്ക് എന്തോ പോലെ തോന്നി നമ്മളെ ക്ലാസ്സിൽ കണ്ടപ്പോഴും ക്ലാസ്സിൽ നമുക്ക് എന്തോ പോലെ ദൈവം ഇതെന്താണെന്ന് നമ്മൾ എല്ലാവരും ചോദിച്ചൂലേ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. അപ്പൊ ഞാനിപ്പോ തന്നെ ആൻസർ പറയാം. സുന്ദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് അതിനെ കാണാൻ. മഖ്മലി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ആണ്. ലാൽ രംഗ് എന്ന് പറയുന്ന റെഡ് കളറിലെ ഒരു കീടമാണത്. എന്താണ്? യെസ്, ഗോകുൽ ഗായ് എന്നാണ് നമ്മൾ ആ കീടത്തിനെ പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റണം അത്. അപ്പൊ അതിനു വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹാക്ക് ഞാൻ പറഞ്ഞുതരാം. വേറെ നല്ല ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. അല്ലാണ്ട് വെറുതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാണ്ട് തന്നിഷ്ടത്തിന് വെറുതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം വായിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ എക്സാമിനർ ചോദിക്കുന്ന കാര്യം, അല്ലെങ്കിൽ എക്സാമിനേഴ്സ്, അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഷീറ്റിൽ ചോദിക്കുന്ന കാര്യത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരും. സോ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ തേർഡ് ചാപ്റ്ററിലോട്ട് നമ്മൾ വരികയാണ്. അപ്പൊ നമ്മുടെ ജന്നത്ത് കെ ബച്ചി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ബാരിഷ് കെ ബാദ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ ആയ ബായ ഹമാരി ചിടിയ റാണിയിലോട്ട് നമ്മൾ വരികയാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ബായ ഹമാരി ചിടിയ റാണി കവിത കി യെ പങ്ക്തിയാ പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. നമ്മളോട് ഒന്നുമില്ല, നമ്മളോട് പറഞ്ഞേക്കാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു പങ്ക്തി സ്റ്റാൻസ വായിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ബായ ഹമാരി ചിടിയ റാണി തിൻക ലേക്കർ മെഹൽ ബനാത്തി. തിൻക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രെയിൻസ്, വൈക്കോല് വെച്ചിട്ട് താൻ വീടുണ്ടാക്കുകയാണ്. മെഹൽ, താൻ തന്നെ കൊട്ടാരം പണിത് കയറ്റാണ്. അതായത് ഘോസ്ല, അതായത് തന്റെ ആ ഒരു ചെറിയ കിളിക്കൂടിനെയാണ് ഇവിടെ മെഹൽ എന്ന് പറയുന്നത്. ഖേത്തോ സേ ഫിർ ദാനാ ലാത്തി. പാടങ്ങളിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാണ്? ധാന്യങ്ങൾ കൊണ്ടുവരികയാണ്. നദിയോ സേ ഭർ ലാത്തി പാനി. നദിയോം എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ്. അരുവികളിൽ നിന്ന് എന്താണ്? വെള്ളം കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഊച്ചി ഡാലോ പെർ ലട്കാത്തി. പിന്നെ തന്റെ വീട്, താൻ ഉണ്ടാക്കുന്ന ആ ഒരു ഘോസ്ല, വലിയ വലിയ മരങ്ങളുടെ ഏറ്റവും മുകളിലുള്ള ഡാലി എന്ന് പറഞ്ഞ ഏറ്റവും മുകളിലുള്ള ബ്രാഞ്ചസിൽ, ഏറ്റവും മുകളിലെ ശാഖകളിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡാലി അവര് സൂക്ഷിച്ച് കെട്ടിവെക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ കൈവച്ച് തൊട്ടാൽ നമുക്ക് കിട്ടുന്ന ഒരു ഘോസ്ല അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ചെറിയ കിളിക്കൂടല്ല തന്റെ കൂടെ കുറച്ചധികം ഊച്ചി ഡാലു പെർലെട്കാത്തി എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നിരിക്കുന്ന ബ്രാഞ്ചുകളിലാണ് എന്ത് ചെയ്യുന്നത്? അവരത് കൊണ്ടുപോയി വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഈസിയാണ്. ചിടിയ റാണി ഖേത്തോ സേ ദാന और नदियों से पानी लाती है. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് യെ ആശാവാലി പങ്ക്തിയാ ചുൻകർ ലിഖേ. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണ്? ഖേത്തോസെ. ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പാടങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരുന്നു. രണ്ടാമത്തെ കാര്യമാണ് നദിയോ സേഭർ പാനിലാത്തി. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? നമുക്ക് രണ്ട് ആൻസേഴ്സ് വരും ഇതിനകത്ത്. 1 2 3 4 5 അല്ലെ, രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കിക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് തന്നെ കിട്ടും. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നുമല്ല ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ബായ ഹമാരി ചിടിയാറാണ്. അതിനകത്ത് ഖേത്തിനെ പറ്റിയില്ല, ധാന്യങ്ങളെ പറ്റിയില്ല, നദീനെ പറ്റിയില്ല, പാനിനെ പറ്റിയില്ല. തിനുക്ക ലാക്കർ മെഹൽ ബനാത്തി, അതുമില്ല. തിനുക്ക വൈക്കോലാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ഇവിടെ ധാന്യങ്ങളാണ് വേണ്ടത്, അപ്പൊ അതിലും ഇല്ല. ഊഞ്ചി ഡാലോ പെർ ലട്കാത്തി, അതിലും നമുക്ക് നമ്മുടെ ആൻസർ ഇല്ല. അവസാനത്തെ രണ്ട് ലൈൻ നോക്കിക്കേ. ഖേത്തോ സേ ഫിർ ദാനാ ലാത്തി നദിയോ സേ ഭർ ലാത്തി പാനി. നോക്കിയേ, ഖേത്തോ സേ ഫിർ ദാനാ ലാത്തി എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ട് ശേഖരിച്ചു കൊണ്ടുവരാണ്. എവിടെ നിന്ന്? പാടങ്ങളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ധാന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാണ്. നദിയോ സേ ഭർ ലാത്തി പാനി എന്ന് പറഞ്ഞാൽ റിവേഴ്സ്. നദി എന്ന് പറഞ്ഞ റിവേഴ്സിൽ നിന്ന് എന്താണ്? കറക്റ്റ് ആയിട്ട് വെള്ളം കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിന്റെ രണ്ട് ആൻസേഴ്സ് ആയിട്ട് വരുന്ന 4th ഉം 5th ഉം ആണ് ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ഒരെണ്ണം മാത്രമാണോ ആൻസറിനോ? ആശാവാലി പങ്ക്തിയാം. പങ്ക്തി എന്ന് പറഞ്ഞ ഒറ്റ ലൈൻ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവിടെ പങ്ക്തിയാം എന്ന് കൊടുക്കുന്നത്, അതായത് രണ്ട് ലൈൻസ് ഇവിടെ എന്തായാലും ഉണ്ടാകും എന്ന് പറയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലോട്ട് പോവാം. ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. രണ്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓരോ കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കണം. ചിലപ്പോൾ നമ്മൾ
പെട്ടെന്ന് നമ്മൾ ആ ഒരു തത്രപ്പാടിൽ ആ ഒരു പെട്ടെന്ന് വായിച്ചു തീർക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ നഹിയൊക്കെ വിട്ടുപോകും. പക്ഷെ ആ നഹിയൊക്കെ കറക്റ്റ് ചെയ്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. 2 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. നോക്കിയേ, ചിടിയ തിൻകാ സേ മെഹൽ നഹി ബനാത്തി. അത് തെറ്റാണ്. ബിക്കോസ് ചിടിയ വീടുണ്ടാക്കുന്ന തന്റെ വൈക്കോൽ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി കവിതയിൽ പറയുന്നുണ്ട്. ചിടിയ തിൻകാ സേ മെഹൽ ബനാത്തി ഹെ, അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ചിടിയ മെഹൽ ബനാക്കർ ഊച്ചി ഡാലോ പർ ലട്കാത്തി ഹെ. അതും എന്താണ്, കറക്റ്റ് ആണ്. താൻ കൂടുണ്ടാക്കേണ്ട വളരെ ഉയരത്തിലുള്ള ശാഖയിലാണ് അത് കൊണ്ടുപോയി തൂക്കിയിടുന്നത്. അതും നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി അവസാനത്ത് നോക്കിയേ, ചിടിയ മെഹൽ ബനാക്കർ ഊച്ചി ഡാലോ പർ നഹി ലട്കാത്തി. സോ അതാണ് ഞാൻ പറഞ്ഞ നഹി എന്ന് പറയുന്ന വാക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കി കാണേണ്ട 2 കാര്യങ്ങളാണ്. നഹി അവിടെ വന്നത് കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിയത്. ആ നഹി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പക്കാ കറക്റ്റ് ആയിരുന്നു. അപ്പൊ അതാണ് ആ നഹി ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അതായത് ആ 4 സ്റ്റേറ്റ്മെന്റും സൂക്ഷിച്ച് വായിച്ചാൽ മാത്രമേ 2 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കണം നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. നോ, നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ആൻസർ പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതപ്പോൾ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. पंक्तियों के आधार पर शब्दों का संबंध पहचाने और सही मिलन करे. നമ്മൾ അത് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം അല്ലെ. നമ്മൾക്കത് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ ചിടിയാറാണി, ഈ 4 ഓപ്ഷനിൽ ചിടിയാറാണി ഏതായിട്ടാണ് കണക്ട് ആവുക? പാനിയുണ്ട്, ദാനയുണ്ട്, ബായുണ്ട്, മെഹലുണ്ട്. ചിടിയാറാണി ആരാണ്? നമ്മുടെ ബായ ആണ്. അപ്പൊ ബായാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി തിനുക്ക, തിൻക വെച്ചിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് ഓർത്ത് നോക്കി. തിൻക ലാക്കർ മെഹൽ ബനാത്തി, മെഹൽ. അപ്പൊ എന്താണ്, മെഹലാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കി, ഖേത്ത്, ഖേത്തോ സേ ഫിർ ദാന ലാത്തി അല്ലെ. അപ്പൊ എന്താണ്, ദാന. ഇനി അടുത്തത് നദിയോ സേ ഭർ ലാത്തി പാനി, നോക്കി പാനി. സോ ഇങ്ങനെ പേടിക്കണ്ട, നിങ്ങൾക്ക് ഓൾറെഡി എന്തുണ്ട്, നമുക്ക് ഓൾറെഡി സ്റ്റാൻസ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കി കണ്ട് എഴുതിയാൽ മാത്രം മതി. ബാക്കി സെയിം കണ്ടന്റ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനോട് വരാം. നമുക്ക് ബായ ഹമാരി ചിടിയാറാണോ ഒന്ന് ഓടിച്ചു നോക്കിയാലോ, എങ്ങനെയാണ് ആ കാര്യം എന്ന്, എങ്ങനെയാണ് ആ ക്വസ്റ്റൻ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബായ ഹമാരി ചിടിയാറാണി മഹാദേവി കാ പ്രസിദ്ധ കവിത ഹെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണെന്നാണ് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇസ്മേ കവിയത്രിനെ ബായ ചിടിയ കെ ബാരെ മേ വർണ്ണൻ കിയാ ഹെ. ഈ ഒരു കവിതയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എടുത്തു പറയുന്ന ആരെയാണ്, ബായ ചിടിയനെ പറ്റിയാണ് എടുത്തു പറയുന്നത്. ബായ ചിടിയ സുന്ദർ സാ ഘോസ്ല ബനാത്തി. വളരെ ഭംഗിയുള്ള, വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഘോസ്ല, ഒരു നെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. कवियत्री ये कहना चाहती है कि इतनी छोटी चिड़िया इतनी मेहनत करके सुंदर घोंसला बना सकती है, तो हम भी मेहनत करके अपना किसी भी कार्य को सुंदर बना सकता है. അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്രേ ഉള്ളൂ, ഒരു ചെറിയ കിളിക്ക് ഇത്രയും അടിപൊളി ഇത്രയും മനോഹരമായിട്ട് ഒരു പുളിക്കൂട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കിക്കേ, ഹമാരി ചിടിയാ റാണി ബായ തിൻകാ ലാക്കർ ഘോസ്ല ബനാത്തി ഹെ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വൈക്കോൽ കഷ്ണങ്ങൾ കൊണ്ട് തന്റെ വീടുണ്ടാക്കുന്നു. ഊച്ചി ഊച്ചി ഡാലി പർ ലട്കാത്തി ഹെ. വളരെ ഉയരത്തിലുള്ള ഡാലി എന്ന് പറഞ്ഞ ബ്രാഞ്ചുകൾ അതിനെ തൂക്കിയിടുമെന്ന് പറയാണ്. ഖേത്തോസെ അപ്നെ ലിയെ ദാനാ ലാത്തി ഹെ. ഖേത്തോസെ എന്ന് പറഞ്ഞാല് വയലുകളിൽ നിന്ന്, അതായത് വയലുകളിൽ തനിക്ക് കഴിക്കാനുള്ള ധാന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുമെന്ന് പറയാണ്. ഇനി നോക്കിയേ, ഇനി അടുത്ത് പറയുന്നത് എന്താണ്, കവിയത്രി ബായ ചിടിയാ സെ കഹത്തി ഹെ കി ഹം തുമേ ദൂർ ന ജാനെ ദേംഗെ. ഇത് കഴിഞ്ഞിട്ടും ഉണ്ട് ആ കവിതയിൽ ഒരു 8 ലൈൻസോളം അല്ലെ. സോ അതിനകത്ത് പറയുന്നത് എന്താണ്, എത്രയൊക്കെ പോയി നിന്നെ ഞങ്ങൾ ദൂരെ പറഞ്ഞയക്കില്ല എന്ന് പറയുന്നുണ്ടല്ലേ. ഹം അപ്നെ ആംഗൻ ധാന്യ സേ ഭർ ദേംഗെ. ഞങ്ങൾ ഞങ്ങളുടെ മുറ്റം മൊത്തം എന്ത് ചെയ്യാം, ഞങ്ങൾ ഇങ്ങനെ ധാന്യങ്ങൾ വെതറിടാം. അപ്പൊ നമ്മൾ വലിയ ദൂരം വരെ നമ്മുടെ പാടത്ത് വരെ പോയി കാര്യങ്ങൾ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കറക്റ്റ് ആയിട്ട് നമുക്ക് ധാന്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. ഇനി നോക്കിയോ, മീഠാ മീഠാ ठंडा पानी की टैंक भी बना देंगे. അതായത് ഭയങ്കര തണുത്തിരിക്കുന്ന വെള്ളത്തിന്റെ എന്ത് ചെയ്യാൻ പറ്റും, ടാങ്ക് വരെ ഉണ്ടാക്കി ഞങ്ങൾ വെക്കാം എന്ന് പറയണം. അതായത് ഞങ്ങൾ വിട്ട് ദൂരെ പോലെ ഇവിടെ തന്നെ നിൽക്കൂ എന്നുള്ള രീതിയിലാണ് ബായ റാണി പറയുന്നത്, അല്ലെങ്കിൽ ബായ റാണിനെ സപ്പോർട്ട് ചെയ്ത് കുട്ടികൾ പറയുന്നത്. അവസാനത്തെ കുറച്ച് ലൈൻസ് നമുക്ക് നോക്കാം. കവി കഹത്തി ഹെ കി ജബ് ബായ അണ്ടാ സയേഗി. എപ്പോഴാണോ ഈ മുട്ടയിൽ അടയിരിക്കുന്നത്, എന്താണ്, നന്നി നന്നി ബച്ചേ നിക്ലേങ്കി. ചെറിയ ചെറിയ കുട്ടികൾ അതിൽ നിന്ന് ഉണ്ടായി വരുമെന്ന് പറയാണ്. ഹം ബാരി ബാരി സേ ഉൻകി ദേഖ്ഭാൽ കരേംഗെ. ഞങ്ങൾ 1 by 1 ഓരോ ആൾക്കാരായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, കുട്ടികളെ നോക്കിക്കോളാം. അപ്പോൾ ബായറാണിക്ക് റെസ്റ്റ് എടുക്കാലോ എന്നുള്ള രീതിയിൽ കുട്ടികൾ പറയുന്ന ഒരു കവിതയാണ്, അല്ലാണ്ട് വലിയൊരു മുതിർന്ന ആള് പറയുന്ന കവിതയായിട്ട് നമ്മൾ ഇത് അനലൈസ് ചെയ്യരുത്. ഒരു ചെറിയ കുട്ടി ആ കിളീനെ കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണോട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിനെ മനസ്സിലാക്കിക്കുകയാണ്. ഇനി നോക്കിയേ,
कवि कह रही है कि बाया के बच्चे बड़े हो जाएंगे तो उसके वो भी निकल जाएंगे. ശരിയാണ്, കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ കിളി, അമ്മ, മക്കൾ അങ്ങനെ ഒന്നും ഇല്ല അവർക്ക്. അവരും എന്ത് ചെയ്യും, അവർ പറന്ന് മുന്നോട്ട് പോകുമെന്ന് പറയാണ്. ഇനി നോക്കിക്കേ, और उन पर निकलेंगे तो वह बाया बन जाएंगे. അപ്പൊ उनके पर निकलेंगे എന്ന് പറഞ്ഞാൽ അവരുടെ ചിറകുകൾ വലുതാകും, അവരുടെ ചിറകുകൾ പുറത്തോട്ട് വരും. അവരെന്താണ്, അവരും ഒരു ബായ കിളിയായിട്ട് അല്ലെങ്കിൽ ഒരു ബായ റാണി ആയിട്ട് അവരും മാറും എന്ന് പറയാണ്. അപ്പൊ കുട്ടികള് ആ ബായ, അമ്മ കിളിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്, തും ദുഃഖി മത് ഹോന ബായ റാണി തബ് ഹം തേരെ സാത്ത് രഹെങ്കെ. നീ പേടിക്കണ്ട, മക്കള് പോണെങ്കിൽ പോട്ടെ, അവര് വളർന്ന് വലുതായതല്ലേ, നീ പേടിക്കണ്ട, ഞങ്ങൾ അപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരു റീകൺഫർമേഷൻ എന്ത് ചെയ്യാണ് നമ്മുടെ ബായ കിളിക്ക് കൊടുക്കുകയാണ്. അത് അത്രയും ഇഷ്ടമുണ്ട് ആ കിളീനെ. സോ അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കിളീനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ കവിതയാണിത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യേണ്ടത്. ഒരു ചെറിയ കിളി ഇത്രയും മനോഹരമായിട്ട് തന്നെ ലൈഫ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായ നമ്മൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിമനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നിമ്മിയുടെ ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, നിമ്മിയുടെ ചാപ്റ്ററും ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇനി നിമ്മിയുടെ ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, അപ്പോ ഇത് പേടിക്കൊന്നും വേണ്ട, ഇതിന്റെ കാര്യങ്ങളും അതായത് ഇതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ സെയിം PPTയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മളിപ്പോ 3 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്തത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു എന്താണ്, ജന്നത്ത് കെ ബച്ചെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ബാരിഷ് കെ ബാദ് കവർ ചെയ്ത് കഴിഞ്ഞു. തേർഡ് ചാപ്റ്റർ ആയ ബായ ഹമാരി ചിടിയ റാണി നമ്മൾ കവർ ചെയ്തു. അപ്പൊ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സഹായക് ബിന്ദു പർ ധ്യാൻ ദേ. സഹായക് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഹിന്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, നിമ്മി പറയാണ്, നാനാജി ഈ കാർഡ് ദേഖിയേ, നാനാ ഈ കാർഡ് ഒന്ന് കണ്ടേന്ന് പറയാണ്. അപ്പൊ നാനാജി ഹാ ദിഖാവോ ബേട്ടാ, കാണിച്ചേ മോളെ എന്ന് പറയാണ്. ഇനി അടുത്തത് നിമ്മി എന്ത് പറയും, ഇനി അടുത്തത് നിമ്മി എന്തായിരിക്കും പറയുന്നത്? ഇവിടെ ഇത് ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസിൽ ABCD ഉണ്ട്, അടിയിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകണം. അപ്പൊ എന്തായിരിക്കും പറയാ, ഒന്ന് ഓർത്ത് നോക്കിയേ, എന്ത് പറയും നിമ്മി? ഓക്കെ, നിമ്മി പറയും, ഇസ് പങ്ക്തി കാ ക്യാ അർത്ഥ ഹൈ, എന്താണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്നാണ് നിമ്മി ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് A ഓപ്ഷൻ ആയിട്ട് വരുന്നത്. കോയി ഇത്രേ സാൽ ജീത്താ ഹൈ. നിമ്മി ദാദാജിയോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ഇത്രയും വർഷം ജീവിക്കും എന്റെ ദാദാജി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദാദാജി മനസ്സിലാക്കി കൊടുക്കുകയാണ്, നോക്കിക്കേ, മത്ലബ് ഹൈ നഹി ബേട്ട യഹ് ഏക് ദുആ ഹൈ. നാനാജി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല മോളെ, നമ്മൾ അത്രയും കൊല്ലം ജീവിക്കും എന്നല്ല പറയുന്നത്, അതൊരു ദുവയാണ്, അതൊരു ചെറിയ കവിതയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ നിമ്മി വീണ്ടും ചോദിക്കുകയാണ്, ദുആ മത്ലബ്, ഈ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ് ദാദാജി എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ദാദാജിനോട് ചോദിക്കുകയാണ്. അപ്പൊ ദാദാജി അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്, മത്ലബ് ഹൈ ऐसा काम करे कि दुनिया हमें हमेशा याद रखे. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത്രയും അടിപൊളിയായിരിക്കണം, എന്നാൽ മാത്രമേ ഈ ലോകത്തിലുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുള്ളൂ. സോ ഇവിടെ ABCD ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ABCD ഉണ്ട്, D കാണാത്തതാണ്. അപ്പോൾ ഈ 4 വരിയും എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ അതുപോലെ നമ്മൾ ഓരോ വരി വായിച്ചാൽ നമുക്ക് മനസ്സിലാവാം, ഇത് കഴിഞ്ഞിട്ട് ഇതാണല്ലോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. പക്ഷെ വായിക്കണം. ഓക്കെ, അപ്പൊ ഇത് മാത്രം വായിച്ചിട്ട് കാര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിക്കണമെങ്കിൽ കണ്ണും പൂട്ടി ജസ്റ്റ് ഒരു വരിയിൽ നമുക്ക് എല്ലാ ആൻസേഴ്സും പ്രോപ്പർ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ബിക്കോസ് നമുക്കറിയാം, ആദ്യം നിമ്മി കാർഡ് വായിക്കുന്നു, കാർഡ് കണ്ടിട്ട് അത്ഭുതപ്പെടുന്നു, ദാദാജിയുടെ അടുത്ത് പോകുന്നു, എന്താണെന്ന് ചോദിക്കുന്നു. ദാദാജി പറയുന്നു, ഇത് പേടിക്കൊന്നും വേണ്ട, ഇതൊരു കവിതയാണെന്ന്, ചെറുകവിതയാണെന്ന് പറയുന്നു. അപ്പൊ നിമ്മി ചോദിക്കുകയാണ്, എന്താണ് ചെറുകവിത എന്ന് പറഞ്ഞാൽ നിമ്മി ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം അടിപൊളിയായിട്ട് ദാദാജി എന്ത് നിമ്മിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ചെറിയ കഥയാണ്, പേടിക്കൊന്നും വേണ്ട, നല്ല രസമാണ്, നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ മാത്രമേ ഈ ലോകം നമ്മൾ എന്നേക്കുമായിട്ട് ഓർത്ത് വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. സോ അങ്ങനെ നിങ്ങൾ ആ കവിത അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്റ്റോറി അടിപൊളിയായിട്ട് വായിക്കണം, അല്ലാണ്ട് വെറുതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം ഇതാണ്, നിമ്മി ബർത്ത്ഡേ കാർഡ് ലേക്കർ കിസ്കെ പാസ് ദോടി. ആരുടെ അടുത്താണ് ബർത്ത്ഡേ കാർഡ് വാങ്ങിച്ചോട്? എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ട് നോക്കട്ടെ. ആരുടെ അടുത്തേക്കാണ് നിമ്മി ബർത്ത്ഡേ കാർഡ് കണ്ടിട്ട് ബർത്ത്ഡേ കാർഡ് കിട്ടി, പക്ഷെ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. യെസ്, അപ്പൊ എന്താ ആരുടെ അടുത്തേക്ക് ഓടിയത് ഒന്ന് നോക്കിക്കേ. യെസ്, നാനാ, നാനി, ദാദാ, ദാദി. 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. യെസ്, ഇനി അടുത്തത്, ഇത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് എല്ലാ കൊല്ലവും ചോദിക്കും, ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒന്നാമത്തെ കാര്യം ചോദിക്കാനുള്ളത് ബർത്ത്ഡേ കാർഡ്. നിമ്മിയുടെ ബർത്ത്ഡേ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളോട് ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ അവർ തീർച്ചയായിട്ടും പറയും. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് വരാം.
രാജു 7वीं कक्षा में पढ़ता है. രാജു എന്ന് പറയുന്ന കുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രാജു കാ ജന്മദിൻ, രാജുവിന്റെ ബർത്ത്ഡേ വരുന്നത് 24th August 2025 വരുന്നത്. രാജു കോ ബധായി ദേത്തെ, രാജുവിന് ഒരു ബർത്ത്ഡേ വിഷസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഹാപ്പി ബർത്ത്ഡേ, യെസ് ഹൂപ്പി ബുഡേ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ബർത്ത്ഡേ കാർഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിന് നമുക്ക് ആദ്യം എന്ത് വേണം, ആദ്യം ഒരു ബോക്സ് വേണം. അല്ലാണ്ട് വെറുതെ ബർത്ത്ഡേ കാർഡ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ജന്മദിനം അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ദാറ്റ് വോണ്ട് ബി യൂസ്ഫുൾ. അതിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. എപ്പോഴും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു കാർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ബോർഡർ വരച്ചൊരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചാൽ മതി, ഒരു ബോക്സ് നിങ്ങൾ വരച്ചാൽ മതി. ഇപ്പൊ നമ്മൾ പോസ്റ്ററിലും ഉദ്ഘോഷണിയിലും നമ്മൾ വരച്ച പോലെ ഒരു ചെറിയൊരു ബോർഡർ വെച്ചിട്ട് ഒരു എന്ത് വരയ്ക്കണം, ഒരു ബോക്സ് വരയ്ക്കണം. ആദ്യം എഴുതണം പ്രിയ ദോസ്ത് രാജു. ഓക്കെ, പ്രിയ ദോസ്ത് രാജു എന്ന് എഴുതുക, അതായത് ഡിയർ ഫ്രണ്ട് രാജു. അടുത്തത് ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായേ, ബർത്ത്ഡേന്റെ ഹാർട്ട്ലി വിഷസ് കൊടുക്കുക. ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായേ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേന്റെ വിഷസ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബർത്ത്ഡേന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ബർത്ത്ഡേന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പ്യാർ കെ സാത്ത് തുമ്ഹാരാ ദോസ്ത്, നിങ്ങളുടെ പേര്. ഓക്കെ, ഇത്രയും ഉള്ളൂ. ഈ ഒരു ബർത്ത്ഡേ കാർഡ് ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി നമുക്കൊരു കേക്ക് വേണമെങ്കിൽ വരച്ചു വെക്കാം, നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു കേക്ക് വരച്ചു വെക്കുമ്പോഴാണ് ആ കാർഡ് പൂർത്തിയാവുക. ഓക്കെ, അപ്പൊ ആ കേക്ക് എന്തൊക്കെയായാലും ഒന്ന് വരച്ചു വെക്കാൻ ശ്രമിക്കണം. ബിക്കോസ് ദാറ്റ് കേക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ കേക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക. അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെ, പ്രിയ ദോസ്ത് രാജു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ രാജു പഠിക്കണം. ബിക്കോസ് രാജു എന്താണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാകും, ആരുടെ ബർത്ത്ഡേ കാർഡാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കണ്ണടച്ചവർ തരും. സോ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? ഓക്കെ, സോ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുക, രാജുവിന്റെ പേര് എഴുതുക. രാജുവിന്റെ പേര്, അതായത് പ്രിയ ദോസ്ത് ഡിയർ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. പിന്നെ ബർത്ത്ഡേന്റെ വിഷസ് കൊടുക്കുക 24th August. ഓക്കെ, 24th August 2025 അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. സ്നേഹത്തോടെ നിന്റെ കൂട്ടുകാരൻ, നിങ്ങളുടെ പേര്. നിങ്ങളുടെ പേര് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് എഴുതിയാൽ മതി, സ്പെല്ലിംഗ് തെറ്റരുത്. ഓക്കെ, സോ ഇതാണ് ബർത്ത്ഡേ കാർഡിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ഇത് എന്തായാലും നിങ്ങൾ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ പഠിക്കണം, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ചോദ്യം, നിമ്മിക്കോ കിസ്നെ ബർത്ത്ഡേ കാർഡ്. നിമ്മിക്ക് ആരാണ് ബർത്ത്ഡേ കാർഡ് കൊടുത്തത്? അതെല്ലാവരും ഇനി കമന്റ് ബോക്സിലിട്ട്. നിമ്മിക്ക് ആരാണ് ബർത്ത്ഡേ കാർഡ് കൊടുത്തത്? എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിലിട്ട് നോക്കട്ടെ. നിമ്മിക്ക് ബർത്ത്ഡേ കാർഡ് കൊടുത്ത ഒരു അങ്കിളുടെ പേര് ഓപ്ഷൻസിലുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നിമ്മിയുടെ ഡയറിയാണ്. നിമ്മി തന്റെ ബർത്ത്ഡേ കാർഡ് കിട്ടി, അതുപോലെ തന്നെ പിന്നെ എന്താണ്, ബർത്ത്ഡേ കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പോയി, മുത്തശ്ശൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് കിട്ടി, ദുവകൾ എന്താണെന്ന് മനസ്സിലാക്കി, വേറെ കുറെ ആൾക്കാരെ പറ്റി മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നിമ്മിയുടെ ഒരു ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യം എന്ത് വേണം, ഡേറ്റും വേണം, ദിവസവും വേണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടന്റിലോട്ട് വരേണ്ടത്. നമുക്ക് നോക്കാം. ആജ് കാ ദിൻ ബഹുത് മസേദാർ. ഇന്ന ദിവസം വളരെയധികം അതിമനോഹരമായിരുന്നു എന്ന് പറയാണ്. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. मैंने अपना बर्थडे पर मिले तोहफे खोले. രാവിലെ ഞാൻ എനിക്ക് കിട്ടിയ ബർത്ത്ഡേ കാർഡുകൾ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഞാൻ തുറന്നു എന്ന് പറയാണ്. ഇനി നോക്കി, വിനോദ് അങ്കിൾ കാ ദിയാ ഹുവാ കാർഡ് സബ്സേ ഖാസ്. വിനോദ് അങ്കിൾ എനിക്ക് തന്ന കാർഡായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയാണ്. ഉസ് പർ ലിഖാ താ, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത്, തും ജിയോ ഹസാരോ സാൽ, നീ ജീവിക്കൂ, 1000 കൊല്ലം നീ ജീവിക്കട്ടെ. സാൽ കെ ദിൻ ഹോ 50,000, ഈ വർഷം, ഒരു വർഷത്തിലോ നോക്കി നീ 1000 കൊല്ലം ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് സാൽ കെ ദിൻ ഹോ 50,000 എന്ന് പറഞ്ഞാല് ഒരു വർഷത്തിൽ നമുക്കറിയാം ഒരു ഇയർ നമുക്ക് 365 ഡേയ്സ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതാണ് ഒരു വർഷം, ആ ഒരു വർഷങ്ങൾ എത്ര ദിവസങ്ങൾ ഉണ്ടാവട്ടെ, 50,000 ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയാണ്. അപ്പൊ അത്രയും കൊല്ലം നീ ജീവിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് വിനോദങ്ങൾ ആ ഒരു ലെറ്ററിലൂടെ നമ്മുടെ ആർക്ക് കൊടുത്തത്, നമ്മുടെ നിമ്മിക്ക് കൊടുത്തത്. മുझे ये लाइन अजीब लगी, എനിക്ക് ഈ ലൈൻ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. तो मैंने नाना से पूछा, അപ്പൊ ഞാൻ നാനനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നാനാനെ समझाया कि ये दुआ है और हमें ऐसा काम करना चाहिए जिससे लोग हमें हमेशा याद रखें. എനിക്ക് കൺഫ്യൂഷൻ ആയപ്പോൾ ഞാൻ നാനടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞത് ഒരു ദുവയാണ്, ഇതൊരു പ്രയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത്രയും അതിമനോഹരമായിട്ടുള്ള പ്രവൃത്തികളാകണം, എന്നാൽ മാത്രമേ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഓർത്ത് വെക്കുള്ളൂ എന്ന് പറയാണ്. നാനാനെ വാദാ കിയാ കി ബാദ് മേ ഓർ ഷേർ സുനായെങ്കിൽ, എന്നിട്ട് ഞാൻ എനിക്ക് പ്രോമിസ് ചെയ്തു ഇത് കൂടാണ്ട് വേറെ നല്ല കാര്യങ്ങൾ എനിക്ക് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. മുझे ये सब सीखकर बहुत अच्छा लगा. എനിക്കിതെല്ലാനും എനിക്ക് പറഞ്ഞു തന്നപ്പോഴും എനിക്ക് പുതിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴും എനിക്ക് വളരെയധികം ഇഷ്ടമായി, സന്തോഷമായി എന്നുള്ള രീതിയിൽ നമ്മുടെ നിമ്മി
കാർഡ് നമ്മുടെ ഡയറി അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഗിഫ്റ്റുകൾ തുറന്നു എന്ന് എഴുതുക, വിനോദങ്ങൾ തന്ന കാർഡിനെ പറ്റി എഴുതുക, ഈ കോട്ടിങ് കറക്റ്റ് ആയിട്ട് എഴുതുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കോട്ടിങ് തും ജിയോ ഹസാറോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോട്ടിങ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ കാർഡിൽ കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അതവിടെ കൊടുത്തു എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് അതൊരു വിഷിംഗ് ആണ്, അതൊരു ദുവയാണ്. സോ വി കൻ ഇൻക്ലൂഡ് ദാറ്റ് ആസ് വെൽ. ഓക്കെ, തും ജിയോ ഹസാറോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എഴുതിയിട്ട് വേണം എഴുതാൻ വേണ്ടി. ഓക്കെ, ബർത്ത്ഡേ കാർഡാണെന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ വിഷില്ലാണ്ട് വേറൊരു പ്രാർത്ഥന കൊടുക്കുകയാണെങ്കിൽ അത് രസം ഉണ്ടാവില്ല. ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കിയോ, ബർത്ത്ഡേ കാർഡ് തുറക്കുമ്പോൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് നീ ജീവിക്കട്ടെ 1000 കൊല്ലം, 1000 കൊല്ലത്തിൽ ഓരോ കൊല്ലങ്ങൾ 50,000 ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ തും ജിയോ ഹസാറോ സാൽ സാൽ കി ദിൻ ഹോ 50,000 എന്ന് എഴുതിയാൽ ആർക്കെങ്കിലും മനസ്സിലാവൂ? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ജന്മദിൻ, അതായത് ആ ബർത്ത്ഡേ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, നിമ്മി കി ഡയറി നമ്മൾ പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഡേറ്റ് കറക്റ്റ് ആയിട്ട് എഴുതുക, ദിവസം കറക്റ്റ് ആയിട്ട് എഴുതുക, കണ്ടന്റ് പ്രോപ്പർ ആയിട്ട് എഴുതുക. വളരെ ഷോർട്ട് കണ്ടന്റ് ആണ്, വലുതാണ് ഉണ്ടായത്, നമ്മൾ അതിനെ കട്ട് ഷോർട്ട് ചെയ്ത് ഒരു ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആക്കി നമ്മൾ അതിനെ മാറ്റി. ഇനി നമ്മൾ ബർത്ത്ഡേ കാർഡിന്റെ വിശേഷത, അതായത് നിമ്മി ഭയങ്കര ഫ്ലോണ്ട് ചെയ്തിരുന്ന ഒരു കുട്ടിയോട് നിമ്മി എന്ത് ചെയ്തു, ഈ ബർത്ത്ഡേ കാർഡ് സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ട് തൻ്റെ ഒരു കൂട്ടുകാരനെ കാണിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. അപ്പൊ സഹേലിയുടെ പേര് റാണി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിമ്മിയും റാണിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്, റീനയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നിമ്മി പറയാണ്, മേരാ ബർത്ത്ഡേ കാർഡ് ദേഖോ റീന, റീന എന്റെ ബർത്ത്ഡേ കാർഡ് നോക്കൂ എന്ന് പറയാണ്. അപ്പൊ റീന പറയാണ്, അരേ വാ ബഹുത് സുന്ദർ ഹേ, ഓ അടിപൊളി, എന്ത് ഭംഗി ഇത് കാണാനെന്ന് റീന തിരിച്ചു പറയാണ്. അപ്പൊ നിമ്മി പറയാണ്, ക്യാ തുമേ പസന്തായി, നിനക്ക് ഇഷ്ടായോ എന്ന് നിമ്മി ചോദിക്കുകയാണ്. അപ്പൊ റീന പറയാണ്, ഹാ യേ കിസ്നെ ദി, എനിക്ക് ഭയങ്കര ഇഷ്ടം, ആരാ നിനക്ക് തന്നത് എന്ന് റീന ചോദിക്കുകയാണ്. അപ്പൊ നിമ്മി പറഞ്ഞു, യേ തോ മേരെ വിനോദ് അങ്കിളിനെ ദിയാ ഥാ, പറയാണ് ഇതെനിക്ക് എന്റെ വിനോദങ്ങൾ തന്നതാണ് എന്ന് പറയാണ്. അപ്പൊ റീന പറയാണ്, ഇസ്മേ ജോ കാർട്ടൂൺ ഹേ വോ മുझे बहुत पसंद आया. വിനോദങ്ങൾ കൊടുത്തിരിക്കുന്ന ബർത്ത്ഡേ കാർഡിൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പറയാണ്, ഇസ്മേ ജോ കാർട്ടൂൺ ഹേ, ഇതിനകത്തുള്ള കാർട്ടൂൺ അതെനിക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് പറയാണ്. അപ്പൊ നിമ്മി പറയാണ്, മുझे भी, എനിക്കിഷ്ടായി എന്ന് നിമ്മി പറയാണ്. അപ്പൊ റീന പറയാണ്, ലേക്കിൻ മുझे മാലൂം ന ഹുവാ കി ഇസ്മേ ക്യാ ലിഖാ ഹെ, പക്ഷെ എനിക്കിത് മനസ്സിലായില്ല നിമ്മി, ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നിമ്മിക്ക് ഓൾറെഡി അറിയാം എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്, ബിക്കോസ് ഇന്നലെ തന്നെ മുത്തച്ഛൻ കറക്റ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞു കൊടുത്തു. അപ്പൊ നിമ്മി പറയാണ്, യേ മിർജ് ഗാലിബ് കാ എക് ഷായരി, ഇത് മിർജ് ഗാലിബ് എഴുതിയിരിക്കുന്ന ഒരു ഷായരിയാണെന്ന് പറയാണ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ റീന പറയാണ്, തുമേ കേസേ പത്താ ചല, നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറയാണ്. അപ്പോ നിമ്മി പറഞ്ഞു, മുझे മേരി നാനാനെ ബത്തായ, എനിക്കിത് എന്റെ മുത്തശ്ശൻ പറഞ്ഞു തന്നാണെന്ന് പറയാണ്. അപ്പൊ റീന പറയാണ്, ठीक है जो भी है वो बहुत सुंदर है. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, കാർഡ് എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് പറയാണ്. അപ്പൊ നിമ്മി പറയാണ്, ധന്യവാദം. നിമ്മി അവസാനം എന്ത് ചെയ്യാണ്, താങ്ക് യു പറയുകയാണ്. ഓക്കെ, സോ ഈ ഒരു കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമീറിന്റെയും ലേഖകിന്റെയും കോൺവെർസേഷൻ, സമീറിന്റെയും വിവേക് മേത്തയുടെ കോൺവെർസേഷൻ പഠിച്ച പോലെ തന്നെ നിമ്മിയുടെയും അതുപോലെ തന്നെ ഈ ഒരു കൂട്ടുകാരിയായ റീനയുടെ കോൺവെർസേഷനും ഇമ്പോർട്ടന്റ് ആണ്. കൂട്ടുകാരുടെ പേര് ചിലപ്പോൾ മാറിയായിരിക്കും എന്ത് ചെയ്യാം, കൂട്ടുകാരുടെ പേര് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മാറിയായിരിക്കും വരാം. അപ്പൊ കൂട്ടുകാരുടെ പേര് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, കോൺവെർസേഷൻ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റിലോട്ട് പോകുന്നത് ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് വിശേഷണ ശബ്ദം. ഓക്കെ, അപ്പൊ വിശേഷൺ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ അത് കാണുന്ന പോലെ ഇതൊരു ഗ്രാമർ ടോപ്പിക് ആണ് ശരിക്കും. പക്ഷെ ഗ്രാമർ ആണെന്ന് വിചാരിച്ചിട്ട് ഇത് കാണുമ്പോൾ ദൈവമേ ഇതിൽ എന്ത് എഴുതും ദൈവമേ എന്നുള്ള പേടിയൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും, വളരെ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആകെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നമ്മൾ വായിക്കുമ്പോൾ ആ രണ്ട് വാക്കിൽ നമ്മൾ അതിൽ എന്തിനെ പറ്റിയാണ് സംസാരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ വിശേഷൺ ശബ്ദം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഗീലി മിട്ടി, നനഞ്ഞിരിക്കുന്ന മണ്ണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം ഗീലി മിട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മണ്ണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മണ്ണ് എങ്ങനെയായിരിക്കുന്നത്, മണ്ണ് നനഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗീലി മിട്ടി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മണ്ണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്.
മണ്ണിനെ പറ്റി എക്സ്ട്രാ ഇൻഫോർമേഷൻ തരുന്ന വാക്കിനെയാണ് നമ്മൾ വിശേഷൺ ശബ്ദ് എന്ന് പറയുന്നത്. അപ്പോ ഗീലി മിട്ടിയിൽ വിശേഷൺ ശബ്ദം എന്താണ്? ഗീലിയാണ് അതില് വിശേഷൺ ശബ്ദം. ലാൽ കീട, ലാൽ ചുമന്നിരിക്കുന്ന കീടം എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, ചുവപ്പ്, ലാൽ എന്നുള്ളതാണ് അതിന്റെ വിശേഷൺ ശബ്ദ്. ബർസാത്തി നാല, അവിടെ നമ്മൾ ആ ഒരു അരുവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ വിശേഷൺ ശബ്ദമായിട്ട് വരുന്നത്? ബർസാത്തി. ഇനി കാലാമു, കറുത്തിരിക്കുന്ന മുഖം അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന വായ. ഓക്കെ, മുഖ്. അപ്പൊ എന്താണ് ഇവിടെ? കറുപ്പ് അല്ലെങ്കിൽ കറുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ലാസ്റ്റത്തെ ടാസ്ക് നിങ്ങൾക്ക് വേണ്ടി വിശേഷൺ ശബ്ദ ഖോജോ. ഈ ഛോട്ടാ മേണ്ടക്കില് യെല്ലോ അല്ലെങ്കിൽ വൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണോ വിശേഷൺ ശബ്ദം? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട്. യെല്ലോയിൽ കൊടുത്തിരിക്കുന്നതാണോ വിശേഷൺ ശബ്ദമോ വൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണോ വിശേഷൺ ശബ്ദം? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഛോട്ടാ മേണ്ടക്, ചെറിയ തവള അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മൾ തവളേനെ പറ്റിയാണ് സംസാരിക്കുന്നത്. തവളയുടെ വിശേഷൺ ശബ്ദം എന്താണ്? ഛോട്ടയാണ് അതിന്റെ വിശേഷൺ ശബ്ദമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെറിയൊരു ടൈമിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാം. ഇതിലെല്ലാം കൊടുത്തിരിക്കുന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ജന്നത് കെ ബच्चे, തും ജിയോ ഹസാരോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000, ബാരിഷ് കെ ബാദ് ബായ ഹമാരി ചിടിയ റാണി. 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത് കൂടാണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഗ്രാമർ ടോപ്പിക് ആണ് വിശേഷൺ ശബ്ദ്. അത് ചോദിക്കും, അത് എന്തായാലും ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അൺസീൻ പാരഗ്രാഫ്, ഗദ്യാൻഷ് 1, അതായത് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മളോട് അവർ ചോദിക്കുന്ന എന്തായിരിക്കും? എപ്പോഴും ഒരു ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പാരഗ്രാഫിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരാം. സോ ഇത്രയും 6 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. അതിനകത്ത് നോട്ടീസ് ഉണ്ടായിരുന്നു, ബർത്ത്ഡേ കാർഡ് ഉണ്ടായിരുന്നു, അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ഡയറി ഉണ്ടായിരുന്നു, കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ തന്നെ അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചതാണ്. ഒന്നും കൂടെ അടിപൊളിയായിട്ട് കലക്കനായിട്ടിരുന്ന് പഠിക്കാം. നാളത്തെ എക്സാം അടിപൊളിയായിട്ടിരുന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഒന്നും പറയാനില്ല. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.